എറണാകുളത്ത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. വരാപ്പുഴ സ്വദേശി വിദ്യാധരനാണ് ഭാര്യ വനജയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത്. എറണാകുളത്തെ സ്വകാര്യ ഏജൻസിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു വിദ്യാധരൻ. കുടുംബ പ്രശ്നമാണ് കൊലപാതക കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെ 8:30യോടെയാണ് കൊലപാതകം നടന്നതെന്ന് കരുതുന്നു. വിദ്യാധരനും വനജയും മാത്രമായിരുന്നു ഇവിടെ താമസം. 2.5 വർഷം മുമ്പാണ് ഇവർ ഇവിടെ താമസം ആരംഭിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ഏജൻസിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണ് വിദ്യാധരൻ. നന്ദ്യാട്ടുകുന്നം ഗാന്ധി മന്ദിരത്തിൽ ജീവനക്കാരിയായി വിരമിച്ചയാളാണ് വനജ. 2 പെൺമക്കളാണ് വിദ്യാധരനും വനജയ്ക്കും. പലപ്പോഴും ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുക പതിവാണ്. വനജയെ കൊലപ്പെടുത്തി താൻ ആത്മഹത്യ ചെയ്യുമെന്നും വിദ്യാധരൻ പറയാറുണ്ടായിരുന്നു. വീടിനടുത്ത് താമസിക്കുന്ന മകൾ ദിവ്യ അമ്മയെ രാവിലെ ഫോണിൽ വിളിച്ചിട്ടും എടുക്കാതായതോടെ അയൽക്കാരെ വിളിച്ച് വീട്ടിൽ ചെന്ന് നോക്കാൻ പറഞ്ഞിരുന്നു. അയൽക്കാർ വന്ന് നോക്കിയപ്പോഴാണ് വനജയെ വെട്ടേറ്റ് മരിച്ച നിലയിലും വിദ്യാധരനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത്. മറ്റൊരു മകൾ ദീപ ചങ്ങനാശ്ശേരിയിലാണ് താമസം. പറവൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ജനം, കൊച്ചി.